ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബിസിനസ്സുകളാണ്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ചെറിയ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ലഭ്യമാകുന്ന ബിസിനസ്സുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ നമുക്ക് ഇന്ന് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ അക്ഷയ സെൻറ്ററുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അങ്ങനത്തെ അക്ഷയ സെൻറ്ററുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള സെൻറ്ററുകൾ, അക്ഷയ സെൻറ്ററുകൾ പോലുള്ള ജനസേവാ കേന്ദ്രങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കും. അവിടെ ധാരാളം സേവനങ്ങൾ, ഗവൺമെൻറ് സേവനങ്ങളായിക്കോട്ടെ, അല്ലാതെ പലതരത്തിലുള്ള വകുപ്പുകളുടെ സേവനങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യം വരുന്ന രീതിയിലുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, അപേക്ഷകൾ അയക്കുക, അങ്ങനെ വ്യത്യസ്ത ജനങ്ങൾക്ക് ആവശ്യമുള്ള വ്യത്യസ്ത തരത്തിലുള്ള സർവീസുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജനസേവന കേന്ദ്രം. അങ്ങനത്തെ കോമൺ സർവീസ് സെൻറ്ററുകളുടെ നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്ററുകൾ, അക്ഷയ, ജനസേവാ കേന്ദ്രം, അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള യൂണീക്കായിട്ടുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകളൊക്കെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്ററുകളാണ്. കമ്പ്യൂട്ടർ കോഴ്സുകൾ, വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ, കമ്പ്യൂട്ടർ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കും. നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്റർ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏജൻസി അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ, അത് AI അധിഷ്ഠിതമാകാം, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആകാം, അതുമല്ലെങ്കിൽ വെബ് ഡിസൈനിങ് കോഴ്സുകൾ, DTP, എക്സലുകൾ, അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റർ നിങ്ങൾക്ക് ആരംഭിക്കാം. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം ലഭ്യമാകും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ മില്ലുകളാണ്. നമ്മുടെ ധാന്യങ്ങളൊക്കെ പൊടിച്ചു തരുന്ന മില്ലുകൾ, അതുപോലെ എണ്ണ ആട്ടുന്ന മില്ലുകൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷ്യ വിതരണ ശൃംഖലയുടെ ഭാഗമായിക്കൊണ്ട് ഒരു ഫ്ലോർ മില്ലോ അല്ലെങ്കിൽ നമുക്ക് എണ്ണയാട്ടുന്ന മില്ലുകളോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അതുവഴിയും നിങ്ങൾക്ക് നല്ല വരുമാനം നേടാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ധാരാളം ആളുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ചൂട് കൂടിക്കൂടി വരുമല്ലേ, അപ്പം മിക്ക വീടുകളിലും AC വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെ മിക്ക സ്ഥലങ്ങളിലും AC ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു AC സർവീസ് സെൻറ്റർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് സംരംഭമാണ് എയർ കണ്ടീഷൻ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്. അതിന് ധാരാളം അവസരങ്ങളുണ്ട്, ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്, നല്ല രീതിയിൽ വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, അതായത് നിങ്ങൾ തന്നെ പോയിട്ട് AC സർവീസ് ചെയ്യണമെന്നില്ല, അതിന് ടെക്നീഷ്യന്മാരെ നിങ്ങൾ വെച്ചാലും മതി. നിങ്ങൾ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഓർഡറുകൾ പിടിക്കുക, ക്ലയൻസുമായിട്ട് ഡീലിങ്സ് നടത്തുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. AC സർവീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ടെക്നീഷ്യന്മാരെ നിയോഗിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകും AC സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. അത് ലേഡീസിനാണ് കൂടുതൽ ഉപകാരപ്പെടുക. ബ്യൂട്ടി പാർലർ, അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് സലൂണുകൾ, അങ്ങനെയുള്ളവയൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ നല്ല വരുമാനം ലഭിക്കും. കാരണം നമുക്കത് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേണ്ട കോസ്മെറ്റിക് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാനായിട്ടും എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാനായിട്ടും നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള വരുമാനവും നമുക്ക് ലഭ്യമാണ്. നമുക്കൊരു 4-5 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മുടക്കിയിട്ടുള്ള മുടക്ക് മുതൽ നമുക്ക് തിരിച്ച് ലഭിക്കും. കാരണം അതുപോലെ നല്ല രീതിയിൽ വരുമാനം വരുന്ന ഒരു മേഖലയാണ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, അല്ലെങ്കിൽ ബ്യൂട്ടി സലൂണ്, അതുപോലുള്ളത്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വരുമാനം ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ടൈലറിങ് ഷോപ്പ്, അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ, ഫാഷൻ ഡിസൈനിങ്. ഇതൊക്കെ നമുക്ക് വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ അടുത്തൊരു ഷോപ്പ് എടുത്തിട്ടോ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾ, തയ്യൽക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ സംരംഭമായിട്ട് തുടങ്ങാം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസുകൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ് സംരംഭമാണ് കോസ്മെറ്റിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. കോസ്മെറ്റിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി മിഷനറീസ്, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും
ഡിസ്പ്ലേ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുന്ന, അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ഒരു സെൻ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റുഡിയോയാണ് കോസ്മെറ്റിക് സ്റ്റുഡിയോ. അവിടെ നമുക്ക് പ്രോഡക്റ്റുകളുടെ വിൽപ്പനയുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി പോലൊക്കെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് കോസ്മെറ്റിക് സ്റ്റുഡിയോ. ഇതും നല്ല രീതിയിൽ വരുമാനമുണ്ടാകും. ഇതിലും നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല വരുമാനം നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. നമുക്ക് മൊബൈൽ സർവീസ് സെൻ്ററുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മിക്ക ആളുകളും മൊബൈലുകൾ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽസിന് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. സാധാരണയായി അവർ സർവീസ് ചെയ്യാനായിട്ട് വളരെ ദൂരദേശങ്ങളിലൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. എങ്കിലും നല്ല സർവീസ് കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നല്ലൊരു സർവീസ് സെൻ്റർ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് കിട്ടും. നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം ഇന്ന് നമ്മൾ ബിസിനസ് ഐഡിയകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ബിസിനസ് ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.